CPM നേതാവ് ഗോപിനാഥൻ പിള്ള സംഗമത്തിന്റെ നിര്യാണത്തിൽ ഓച്ചിറയിൽ അനുശോചന യോഗം നടത്തി. CPMന്റെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം നടത്തിയത്. CPM നേതാവ് ഗോപിനാഥൻ പിള്ള സംഗമത്തിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം കൂടി. CPMന്റെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം കൂടിയത്. MK ഗംഗാധരൻ വൈദ്യൻ സ്മാരക മന്ദിരത്തിൽ കൂടിയ അനുശോചന യോഗത്തിൽ സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ, ശൂരനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N അനിൽകുമാർ, കോൺഗ്രസ് നേതാവ് അമ്പാട്ട് അശോകൻ, A നൌഷാദ്, B ശ്രീദേവി, K സുഭാഷ്, ബാബു കൊപ്പാറ, സദാനന്ദൻ, സരസ്വതി പാട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനം ഇന്നത്തെ ഒരു പ്രവർത്തന രീതിയല്ല. പ്രിയപ്പെട്ട സഖാവിന്റെ മനസ്സ് മുഴുവൻ പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു പ്രദേശത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുമായിട്ട് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ പ്രവർത്തിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെതായ കടമ, അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് മോഹൻ സാറിനെ അറിയാവുന്നത്. കാരണം സരസ്വതിക്ക് വന്നിട്ട് ഇപ്പോഴും പറയും മോഹിച്ചേട്ടനാണ് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തത്. ഇപ്പോഴും ഒരു ദിവസം പോലും പറയാത്ത ദിവസങ്ങളില്ല. ഗോപിള്ള സാറിനെ പോലെ ഒരാളിനി ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ആലോചിച്ചത് നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ ഒരു കാര്യം, ക്ഷേത്രങ്ങളെയും അത്തരം ഇടങ്ങളെയും പരമാവധി വർഗീയവൽക്കരിക്കുവാനും അതുവഴി സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരേ സമയം ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിരിക്കുകയും ഒപ്പം CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുകയും കരയോഗത്തിന്റെ ഭാരവാഹിയായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച 85 വയസ്സുള്ള പ്രിയപ്പെട്ട ഗോപിനാഥുള്ള സാർ ഇവിടെ പറഞ്ഞതുപോലെ നീണ്ട ചവറയിൽ സിനിമാ ടാഗീസിന്റെ ഉടമയായിരുന്നു. അതിനുശേഷം ഓച്ചിറയിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയും വിവിധ പൊതുജന സംഘടനകളുടെ നേതാവും ഒക്കെയായി പ്രവർത്തിച്ചതാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.